നാളെ രാവിലെ തന്നെ പോവോ? എല്ലാരും സൈക്കിളിലാ പോവാ? ആ, സൈക്കിളില്ലാത്തവര് പുറകിലിരിക്കും. ഞങ്ങളെന്താ കൊണ്ടുപോവാത്തെ? എല്ലാവർക്കും പോവാൻ പറ്റൂല, തെരഞ്ഞെടുത്ത കുട്ടികളാ പോകുന്നേ. വലിയ ക്ലാസ്സിലെത്തിയിട്ട് ഞാനും പോവല്ലോ. കുട്ടാ, അവര് പറയണ കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കണട്ടോ. അമ്മയും അച്ഛനെയും ഒക്കെ പഠിപ്പിച്ച വലിയ ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവും. ഓർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാവും. എൻ്റെ കുട്ടി ശ്രദ്ധയോടെ കേൾക്കണട്ടോ. എന്നാ വേഗം ഉറങ്ങിക്കോ, നേരത്തെ എണീക്കേണ്ടല്ലേ. വിദ്യയുടെ വേരുകൾ തേടുമ്പോൾ അത് നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പിന്നിട്ട വഴികളിലേക്ക് വെളിച്ചമേകും. ഇത് പൈതൃകത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് ചരിത്ര സത്യങ്ങൾ തേടിയുള്ള ഒരു യാത്രയുടെ തുടക്കം. പ്രിയമുള്ളവരെ, ഞങ്ങൾ എടത്തനാട്ടുകര വെസ്റ്റ് AMUP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തകരാണ്. കലാകായിക സാംസ്കാരിക മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഒട്ടനേകം മഹത് വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഈ കലാലയം പുതിയൊരു പദ്ധതിക്ക് തുടക്കമിടുകയാണിവിടെ. പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞങ്ങളുടെ വിദ്യാലയത്തിൽ തനതായ ഒരു പ്രവർത്തനം നടത്തണമെന്ന ഞങ്ങളുടെയും അധ്യാപകരുടെയും മനസ്സിലുണ്ടായ ചില ചിന്തകളാണ് ഈ സംരംഭത്തിന് പ്രചോദനമായത്. മുൻ വർഷങ്ങളിൽ ഞങ്ങൾ നടത്തിയ നാടിന്റെ നാൾവഴികൾ എന്ന പ്രാദേശിക ചരിത്രാന്വേഷണ യാത്രയുടെ ദൃശ്യാവിഷ്കാരമാണിത്. ബൃഹത്തായ ചരിത്ര സാംസ്കാരിക കാർഷിക പാരമ്പര്യമുള്ള ഈ നാടിന്റെ മുഴുവൻ ഭൂതകാലവും ക്യാമറയിൽ പകർത്തി പുതുതലമുറയ്ക്കു മുന്നിൽ എത്തിക്കാൻ ഏറെ സാഹസമാണ്. അതിനാൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രാന്വേഷണം എന്ന ചെറിയൊരു ഭാഗം മാത്രം പഠന വിഷയമാക്കി ദൃശ്യവൽക്കരിക്കാനുള്ള ശ്രമമാണിവിടെ നടക്കുന്നത്. എന്റെ മലനിരകൾ കൈകോർത്തു നിൽക്കുമീ അലനല്ലൂരിനൻ സ്നേഹം. മനയും പള്ളിയും ഹൃദയം തൊടുന്നൊരി അലനല്ലൂരിനൻ സ്നേഹം. അഴകുള്ള വെള്ളിയാറലയൊലികൾ പാടുമീ അലനല്ലൂരിനൻ സ്നേഹം. പൂതനും തിറയും തുടി തുള്ളിയുറയുമീ അലനല്ലൂരിനൻ സ്നേഹം. കളികളും മാനുഷിക മൂല്യവും അലനല്ലൂരിൻ്റെ പുണ്യം. ഇവിടുത്തെ നന്മകൾ രാജ്യത്തിനാകവേ മാതൃകയാകുവാനാശംസകൾ.
മണികളും ഏകസംഗീതത്തിനമരശ്രുതികളായി നെഞ്ചിൽ മുഴങ്ങുമ്പോൾ ഒന്നായി മാറുന്നു പാവന മനസ്സിൻ മധുര സംഗീതം. ഗുഹയിൽ നബിയുടെ മനസ്സിൽ മലക്കുകൾ കുറിച്ചിട്ടൊരക്ഷരവിദ്യയിൽ നാഥന്റെ കൃപകളാൽ വായിച്ചെടുത്തൊര നന്മയായി മാറണം സാക്ഷരവസന്തം. കലഹങ്ങൾ മാറണം കരുണയിൽ മുങ്ങണം. കലയുടെ കടക്കോണിലുണരണം ഹൃദയം. കലഹങ്ങൾ മാറണം കരുണയിൽ മുങ്ങണം. കലയുടെ കടക്കോണിലുണരണം ഹൃദയം. സഖ്യന്റെ മലനിരകൾ കൈകോർത്തു നിൽക്കുമീ അലനല്ലൂരിനൻ സ്നേഹം. മനയും പള്ളിയും ഹൃദയം തൊടുന്നൊരി അലനല്ലൂരിനൻ സ്നേഹം. ഇത് വെള്ളിയാർപ്പുഴ, അലനല്ലൂർ പഞ്ചായത്തിന്റെ പ്രധാന ജലസ്രോതസ്. പഞ്ചായത്തിനെ അലനല്ലൂർ എന്നും എടത്തനാട്ടുകര എന്നും വേർതിരിക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തി. പശ്ചിമഘട്ട പർവ്വതനിരയിലെ തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിലെ ഇരട്ടക്കൊമ്പൻ മലയിൽ നിന്നാണ് ഈ പുഴ ഉത്ഭവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1160 മീറ്റർ ഉയരത്തിലാണ് ഇരട്ടക്കൊമ്പൻ മലയിലെ ഈ മലയൊഴുക്കിന്റെ ഉത്ഭവസ്ഥാനം. 15 കിലോമീറ്ററോളം പടിഞ്ഞാറോട്ടൊഴുകി ജില്ലാ അതിർത്തിയായ കൊമ്പൻകല്ലിൽ വെച്ച് മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. മുണ്ടത്തോട്, കാരാത്തോട്, പുളിയംതോട് തുടങ്ങിയ ചെറുനീരരുവികളാണ് വിവിധ ഭാഗങ്ങളിൽ ഈ പുഴയോട് ചേർന്ന് വെള്ളിയാറിനെ സമൃദ്ധമാക്കുന്നത്. മലമെന്ന് വെള്ളം ചാടുന്ന ചെമ്പുകെട്ടിയിൽ നിന്ന് ചാടുന്ന കുതിരക്കുണ്ടിലേക്ക്, കുതിരക്കുണ്ടിൽ നിന്ന് വരുന്ന തെയ്യക്കുണ്ട്, തെയ്യക്കുണ്ടിൽ നിന്ന് വരുന്നത് കാക്കാമ്പാറ, കാക്കാമ്പാറയിൽ നിന്ന് വരുന്നത് അമ്പലപ്പാറ, അമ്പലപ്പാറയിൽ നിന്ന് വരുന്നത് തോടാട്, തോടാടിൽ നിന്ന് വരുന്നത് തുളക്കല്ല്, തുളക്കല്ലിൽ നിന്ന് വരുന്നത് കൊയ്യണ്ണി, കൊയ്യണ്ണിൽ നിന്ന് വരുന്നത് കോട്ടിക്കുണ്ട്, കോട്ടിക്കുണ്ടിൽ നിന്ന് വന്നാൽ കളത്തിലക്കുണ്ട്, കന്നടക്കുണ്ട്. 130 കിലോമീറ്റർ പിന്നിട്ട് ഈ പുഴ പ്രസിദ്ധമായ ചാലിയാറിലും പിന്നീട് തെക്കോട്ടൊഴുകി കടലുണ്ടിപ്പുഴയിലും ചേർന്ന് അറബിക്കടലിലെത്തുന്നു. 1100 ചതുരശ്ര കിലോമീറ്ററാണ് ഈ പുഴയുടെ നീർവാർച്ചാ പ്രദേശത്തിന്റെ വിസ്തൃതി.
അമ്പലപ്പാറയെക്കുറിച്ച് പഴമക്കാർക്കിടയിൽ ഒരൈതിഹ്യവും വാമൊഴിയായി പറഞ്ഞു നടക്കുന്നുണ്ട്. അനാദികാലത്ത് തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിൽ ഒരു ശിവക്ഷേത്രവും ഉഗ്രമൂർത്തിയായ ഒരു നാഗദേവതയും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ അമ്പലത്തിന്റെ സാന്നിധ്യമാവാം അമ്പലപ്പാറയ്ക്ക് ഈ പേര് വരാൻ കാരണം. ബ്രാഹ്മണരുടെ അസത്യ പ്രസ്താവനയിൽ കുറ്റവാളിയായ മുദ്ര കുത്തപ്പെട്ട ഈ സർപ്പത്തിന് ശാപമേൽക്കേണ്ടി വന്നു എന്നതാണ് ഐതിഹ്യം. മനംനൊന്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോന്ന നാഗദേവതയുടെ തപ്തഭാഷ്മമാണ് വള്ളി പോലെ വളവുകളുള്ള വള്ളിയാറും ക്രമേണ വെള്ളിയാറുമായത്. നാഗദേവതയുടെ വേദനയിൽ നിന്നുണ്ടായ കണ്ണീര് പുഴയായി രൂപാന്തരപ്പെട്ടത് കൊണ്ടാണ് ഈ പുഴയുടെ തെളിമയ്ക്ക് കാരണമായി വിശ്വസിക്കപ്പെടുന്നത്. ഈ വിശ്വാസങ്ങൾ കൊണ്ടാവാം വെള്ളിയാറിൽ ബലികർമ്മങ്ങൾ പതിവില്ല. ഇത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത്, പാലക്കാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ പശ്ചിമഘട്ട പർവ്വതനിരയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമം. വ്യത്യസ്ത സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും നല്ലൊരുദാഹരണമായി പ്രകൃതി കനിഞ്ഞരുളിയ വരദാന ഭൂമി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയുടെയും SSA പാലക്കാട് യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള സംരംഭം എന്നുള്ള നിലക്ക് തങ്ങളുടെ പ്രാദേശിക ചരിത്രം പഠിക്കുകയും വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ തങ്ങൾക്കും വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും തങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട് എന്ന് വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ഈ ചരിത്രാന്വേഷണം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി ഏറ്റെടുത്ത് നടത്തി എന്നത് സന്തോഷമുണ്ട്. മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സമിതിക്ക് വേണ്ടി നേരുന്നു. ഇപ്പോൾ 1.5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഈ ഗ്രാമം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിലൊന്നാണ്. ആദ്യകാലത്ത് മദ്രാസ് സർക്കാരിനു കീഴിലെ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്ന വള്ളുവനാടൻ താലൂക്കിലായിരുന്നു ഈ പ്രദേശങ്ങൾ. 1896 വരെ ഈ പ്രദേശങ്ങൾ അരക്കുപറമ്പ് അംശം ദേശത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. 1896 ആദ്യമായി ഈ പ്രദേശത്ത് ഭൂസർവേ നടന്നത്. എടത്തനാട്ടുകരയിലെ പൊൻപാറ, മൂച്ചിക്കൽ പ്രദേശങ്ങളിലായി 150-ലധികം ആദിവാസി കുടുംബങ്ങളും ഈ ഗ്രാമത്തിലുണ്ട്. ഈ ഗ്രാമത്തിന്റെ മിടിപ്പുകൾ തൊട്ടറിഞ്ഞ സാമൂഹ്യ വിദ്യാഭ്യാസ മാറ്റങ്ങൾക്ക് സാക്ഷികളായ നിരവധി വ്യക്തികൾ ഇന്നിവിടെയുണ്ട്. അലനല്ലൂരിലത്തെ പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയാൻ തുടങ്ങിയത്. അലനല്ലൂർ പണ്ട് സ്കൂളൊന്നും ഇല്ലാത്തൊരു കാലം, ഒരു 100 കൊല്ലം മുമ്പ് പിന്നിലേക്കാണ് ആലോചിക്കുക നമ്മൾ. ഇപ്പോൾ 2009 1909 അന്ന് ഇവിടെ ഒരു സ്കൂളുമില്ല. അത് പണ്ടൊന്നും അങ്ങനെ എഴുത്ത് പഠിക്കുന്നവരെ വളരെ കുറച്ചേ ഉള്ളൂ, ദുർലഭം.
അത് പഠിക്കണം എന്നുള്ള ആവശ്യക്കാരെ അവരവർ വീട്ടിലിരിക്കും. അതൊക്കെ പണക്കാരായിട്ടുള്ള ആൾക്കാരും വലിയ ആൾക്കാരും ഒക്കെ സമൂഹത്തിലെ വലിയ ജാതിക്കാരും ഒക്കെ അവരവരെ വീട്ടിൽ പഠിപ്പിക്കാൻ അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് പഠിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛനൊന്നും സ്കൂൾ കണ്ടിട്ടില്ല. ആ പട്ടുള്ളൂർ നമ്പൂരിയാണ്, മറ്റുള്ളവരൊപ്പം പോയി പഠിക്കാൻ പാടില്ല. അന്നൊക്കെ ജാതിയൊക്കെ വളരെ പ്രധാനമാണല്ലോ. പിന്നെ താണജാതിക്കാരെ കണ്ടാൽ കുളിക്കണം, തൊട്ടാൽ കുളിക്കണം, അങ്ങനെ 100 കൊല്ലം പത്തെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ എഴുത്ത് പഠിക്കണം എന്നുള്ള ആളുകൾ നാട്ട് എഴുത്തച്ഛന്മാരുണ്ടാവും. എഴുത്തച്ഛൻ എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ എന്താ? ഈ എഴുതാൻ പഠിച്ചവർ. അന്ന് കടലാസൊന്നുമല്ല, ഈ ഓല, കരിമ്പനയുടെ ഓലയൊക്കെ ഇങ്ങനെ വാർന്ന് ശരിയാക്കി അങ്ങനത്തെ പുസ്തകങ്ങൾ പഠിയുണ്ട്. ഗ്രന്ഥം എന്നാണ് പേര് പറയാം. ഇതുകൊണ്ടാണ് എഴുതുക. എന്നിട്ട് മഞ്ഞളൊക്കെ തേച്ച് മരം കൊണ്ടുള്ള ചട്ടയൊക്കെ വെച്ച് കെട്ടിവെക്കും. അത് എഴുതാൻ വയ്ക്കണവരൊക്കെ വളരെ കുറച്ച് ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇവിടെയൊക്കെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊന്നും സ്കൂളിൽ പഠിച്ചിട്ടില്ല. മണലിലാണ് അന്നത്തെ എഴുത്. നിലത്തെ മണൽ വാരിയിട്ടിട്ട് അതിനും പ്രത്യേകത ഉണ്ട്. അതിനകത്തെ മണൽ സൂക്ഷിക്കുന്ന ഈ ഒഴങ്ങറിഞ്ഞ സാധനത്തിലാണ്. ഈ തേങ്ങയുടെ ഒഴങ്ങ അറിയാൻ തേങ്ങയുടെ 3 കണ്ണുകളോടും തേങ്ങയുടെ ഉള്ളിലത്തെ നശിച്ചതിൻ്റെ ഉള്ളിൽ മണൽ നിറച്ചിടും കുട്ടികൾക്ക് സ്റ്റോക്ക്. അതവർ ആശാൻ്റെ വീട്ടിൽ സൂക്ഷിക്കും. അന്ന് മലയാളമൊക്കെയാണ് ആദ്യം പഠിപ്പിക്കുക. മലയാളമൊക്കെ തന്നെ ഇങ്ങനെ ഉള്ള ഇപ്പോൾ പിന്നെ ഇതാണെങ്കിൽ 1, 2, 3, 4 അങ്ങനെയാണ് കാണിച്ചത്. അങ്ങനെയുണ്ട്. പിന്നെ കഴിഞ്ഞാൽ 1, 2 എന്നുള്ളത് മലയാളം അല്ല ഇംഗ്ലീഷൊക്കെ എന്നിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ 1, 2 അവർ അന്നൊക്കെ എന്നെ പഠിപ്പിച്ചു തരുന്നു. ചക്ക കൊണ്ടൊക്കെ പ്രഥമം വയ്ക്കും. അതിനെപ്പറ്റിയ ശ്ലോകമുണ്ട്. നന്നായി മൂത്തു പഴുത്തിയങ്ങിനെ വരിക്കച്ചക്ക ചൂന്നൊന്നായി കൂട്ടി വരട്ടി നല്ല ഗുളവും പാലും പകർന്നാതിരൽ ഉണ്ടാക്കും മധുരക്കറിക്കു സദൃശം പാർത്താൽ പയോരാശിയിൽ പണ്ടുണ്ടായ സുധാരസായനമൊഴിഞ്ഞൊന്നില്ല ചൊല്ലിയിടുവാൻ. പിന്നെ ഇംഗ്ലീഷുകാർ നമ്മുടെ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവർക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റിയിട്ടുള്ള സ്കൂളുകൾ ഉണ്ടാക്കണം. പഴനല്ലൂരിനെ സംബന്ധിച്ച് 100 കൊല്ലം മുമ്പ് വരെ അങ്ങനത്തെ സ്കൂളേ ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന ആർക്കും മോഹമില്ല. ഇപ്പം ആശാരിയുടെ മക്കളാണ് വിചാരിക്കുക ആശാരിപ്പണിക്ക് വേണ്ട കണക്കൊക്കെ ഇങ്ങനെ കൂട്ടാൻ പഠിക്കും. സ്വർണ്ണപ്പണിക്കാരനാണ് വിചാരിക്കുക സ്വർണം തൂക്കാനുള്ള ത്രാസും അതിൻ്റെ കട്ടിയും അതിൻ്റെ കണക്കൊക്കെ ഇങ്ങനെ കണ്ടുപഠിക്കും. അവരവരെന്താ പണിയെടുക്കണത്? ആ പണി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അച്ഛൻ്റെന്നോ മുത്തശ്ശൻ്റെന്നോ ഇങ്ങനെ കേട്ട് പഠിക്കുക എന്നല്ലാതെ ഇപ്പോഴത്തെ മാതിരി പല വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും എല്ലാവരും പഠിക്കുന്ന സമ്പ്രദായം പണ്ടില്ല. അത് ഇംഗ്ലീഷുകാരാണ് കൊണ്ടുവരുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ കുറേ മുമ്പേ അവരെന്തിനാണ് ഉണ്ടാക്കിയതറിയോ? അവർക്കൊരാവശ്യമുണ്ട്. അവർക്ക് പിന്നെ ശമ്പളം കുറച്ച് കൊടുത്തിട്ട് കുറേ ഉടമസ്ഥന്മാരെ കിട്ടണം അവരുടെ ഓഫീസിൽ. ഇതിന് മുഴുവൻ അവരുടെ നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരുപാട് ശമ്പളം കൊടുക്കേണ്ടി വരും. നമ്മളെ നാട്ടുകാർ ബുദ്ധിയില്ലാത്തവരല്ലേ, വരും ചായ കാശ് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എഴുതാൻ പറ്റിയ ആൾക്കാരെ ഇവിടെ ഉണ്ടാക്കണം. പക്ഷെ അവരങ്ങനെ ചെയ്യുകൊണ്ട് എന്തായി? ഇവിടെയുള്ള എല്ലാവർക്കും എഴുത്ത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായി. നമ്മൾ അലനല്ലൂരിനെ സംബന്ധിച്ച് ആദ്യം ഒരു മൊയ്തുട്ടിമല്ല എന്നൊരാളുണ്ടായിരുന്നു, ഒരു വ്യക്തി. ഇപ്പം അലനല്ലൂർ ഫെഡറൽ ബാങ്ക് നിൽക്കുന്നുണ്ടല്ലോ, അവിടെ അദ്ദേഹം മൊല്ലാക്കാരുടെ പണി ഒത്തുപിടിപ്പിക്കലാണ്, ഖുർആൻ പഠിപ്പിക്കും. അപ്പോൾ 1906 അന്ന് ഞാനൊന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് കേട്ടോ പരിചയമുള്ളൂ. ഈ മൊയ്തുട്ടി മല്ല നടത്തിയേർന്ന മദ്രസ ഗവൺമെൻറ്റിലേക്ക് എഴുതി കൊടുത്തു. ഞാൻ എല്ലാവർക്കും സ്കൂളിൽ ചേർത്ത് എല്ലാ വിഭാഗക്കാരും ചേർത്ത് പൊതുവിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ എൻ്റെ മദ്രസയിൽ മദ്രസാ സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം 5 മണി വരെ ഞാൻ തയ്യാറാണ് എന്ന് എഴുതി കൊടുത്ത് അലനല്ലൂരിന് ആദ്യ ഒരു സ്കൂൾ ഉണ്ടായിട്ടുള്ളത് ഈഡൻ മാപ്പിള LP സ്കൂൾ, AMLP. അലനല്ലൂരിൽ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണ് അലനല്ലൂർ സ്കൂൾ. ഈ സ്കൂളുണ്ടല്ലോ അലനല്ലൂർ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണ്. 2006 എന്ന് പറഞ്ഞാൽ 100 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്.
100 കൊല്ലം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 100 കൊല്ലം 100ാമത്തെ കൊല്ലം വാർഷികം ആഘോഷിച്ചു. അലനല്ലൂരിലെ മുസ്ലിം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തതാണ് മാപ്പിള സ്കൂൾ. പക്ഷെ അന്നൊരു വേറെ തകർന്ന് ഇങ്ങനെ ഒന്ന് വിചാരിച്ചാലേ ഈ മാപ്പിള സ്കൂൾ വന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലമാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കാനായിരുന്നു വെള്ളക്കാരുടെ നയം. തമ്മിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുക. അങ്ങനെ ഭിന്നിപ്പിച്ച മുസ്ലിം കുട്ടികൾക്ക് മാപ്പിള സ്കൂള്, ഹിന്ദു കുട്ടികൾക്ക് ഹിന്ദു സ്കൂള്. ആറാട്ടുതൊടി കുഞ്ഞായ്മ മാസ്റ്റർ ഈ വിദ്യാലയം ഏറ്റെടുക്കുകയും അവരുടെ സ്വന്തം സ്ഥലത്ത് ഇന്ന് ഈ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു സ്ഥിരം കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടായത്. ഈ കുഞ്ഞായ്മ മാസ്റ്റർ മാനേജറായി മാനേജരും അധ്യാപകനും ആയി തുടരുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയും അതേ തുടർന്ന് പനക്കത്തോടൻ സുലൈമാൻ മാസ്റ്റർ അന്നത്തെ സീനിയർ അധ്യാപകനായിരുന്നു. അദ്ദേഹം സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു. അദ്ദേഹവും സർവീസിലിരിക്കെ മരണമടയുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ആറാട്ടുതൊടി മുഹമ്മദ് മാഷയുടെ കുടുംബത്തിൽ മക്കളാരും പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ അന്ന് ഈ വിദ്യാലയത്തിൽ തന്നെ സീനിയർ അധ്യാപകനായിരുന്ന ശ്രീ വാസു മാസ്റ്റർ മാനേജ്മെൻറ്റ് കറസ്പോണ്ടൻ്റായി നിയമിക്കുകയും അദ്ദേഹം തുടരുകയും ചെയ്തു. പിന്നീട് ആറാട്ടുതൊടി കുഞ്ഞായ്മ മാസ്റ്ററുടെ മക്കളെ മൂത്ത മകൻ 2002 മുതൽ ശ്രീ മൂസ ആറാട്ടുതൊടി മൂസ മാനേജരായി തുടരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് 10 ഡിവിഷനുകളിലായിട്ട് 334 കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ 9 സഹാധ്യാപകരും 2 അറബി അധ്യാപകരുമാണ് ജോലി ചെയ്യുന്നത്. ഇതിനോടനുബന്ധിച്ച് PTA നടത്തി വരുന്ന പ്രീ പ്രൈമറി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. LKG ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പ്രീ പ്രൈമറി പ്രവർത്തിക്കുന്നത്. LKG UKG ക്ലാസ്സുകൾ അവിടെയും 46 കുട്ടികൾ പഠിക്കുന്നുണ്ട്. 2 അധ്യാപികമാരും ഒരു ആയയും ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2004 മുതൽ 1ാം ക്ലാസ് മുതൽക്ക് ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഠന പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലൊക്കെ ഈ വിദ്യാലയത്തിൽ കുട്ടികൾ വളരെ മികവ് പുലർത്തി വരുന്നുണ്ട്. പിൽക്കാലത്ത് വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിട്ടുള്ള ഒട്ടനവധി വിദ്യാർത്ഥികളെയും ഈ സ്ഥാപനം സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചലച്ചിത്ര പിന്നണി ഗായികയായിട്ടുള്ള ശ്രീമതി ഭാവന രാധാകൃഷ്ണൻ ഈ സ്കൂളിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഉള്ള സ്പോർട്സിൽ മികവ് തെളിയിച്ചിട്ടുള്ള ശ്രീ ചാത്തോലി അംസയും ഈ സ്കൂളിൻ്റെ മറ്റൊരു സംഭാവനയാണ്. നിരവധി ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പേരെടുത്ത് പറയുകയാണെങ്കിൽ ശ്രീ രാജശേഖരൻ, അതുപോലെ തന്നെ കുബേരൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികളൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന PE ഉഷ, ഇവരൊക്കെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള കുട്ടികളാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും ഈ നാട്ടിൽ ഒരു തനതായ വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഈ വിദ്യാലയത്തിനു പറയാൻ ഇനിയും ചരിത്രങ്ങൾ ഏറെയുണ്ട്. അലനല്ലൂർക്കാർക്ക് അറിവിന്റെ വിശാല ലോകം തുറന്നു കൊടുത്തതിൽ ഈ വിദ്യാലയത്തോടൊപ്പം ചേർത്ത് വയ്ക്കാൻ മറ്റനേകം വിദ്യാലയങ്ങൾ കൂടിയുണ്ട്. ഇത് പഞ്ചായത്തിലെ 2ാമത്തെ വിദ്യാലയമായ എടത്തനാട്ടുകര മൂച്ചിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ. ആയിരത്തി 1911 ഈ വിദ്യാലയം തുടങ്ങിയിട്ടുള്ളതെന്നാണ് അറിവ്. ഈ വിദ്യാലയം തുടങ്ങിയിട്ടുള്ളത് എടത്തനാട്ടേരിയയിൽ തന്നെ ആലിംകുന്ന് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ആ ആലിംകുന്ന് സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ കൊട്ടിലിലാണ് ആരംഭിച്ചത് എന്ന് വളരെ പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. കോടികണ്ണത്ത് ബാലത്തരകൻ, ആ ബാലത്തരകൻ്റെ അറിവാണ് അത് അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. കൊട്ടിലിലെ ഒരു ഒഴിഞ്ഞ മുറി, അതിന് 1-2 മുറിയൊക്കെ ഉണ്ടാവും. ഒരു ഒഴിഞ്ഞ മുറി
ഏകാധ്യാപക വിദ്യാലയം രൂപത്തിൽ. ആ ഏകാധ്യാപക രൂപത്തിൽ ഇനിയും ഇവിടെ വിദ്യാലയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചുണ്ടോട്ട് കുന്ന് സ്കൂള് ഏകാധ്യാപക വിദ്യാലയമായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. ആ സ്ഥലത്ത് നിന്ന് വീണ്ടും മാറിയിട്ട് രണ്ടാമതായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഗ്രാമസേവക ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ ഗ്രാമസേവക ക്വാർട്ടേഴ്സിൻ്റെ പരിസരത്തായിരുന്നു വിദ്യാലയം രണ്ടാമതായിട്ട് പ്രവർത്തിച്ചിരുന്നത് എന്ന് അറിവുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ അധിക കാലം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ 911 എന്ന് മുതൽക്ക് സ്കൂള് എവിടെയായിരുന്നു, 911 തുടക്കം എവിടെയാണെന്ന് പറയാൻ വയ്യ. ഈ ഗ്രാമസേവക ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന്, അതായത് കൊടിയങ്കുന്നത്ത് നിന്ന് വീണ്ടും മാറിയിട്ട് ഇന്നിപ്പോൾ താമസിക്കുന്ന മൂച്ചിക്കൽ സ്കൂൾ, അതായത് വാടക കെട്ടിടം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ നേരെ എതിർവശത്ത് ഡോക്ടർ മണ്ണാടിയാരുടെ വീടിനോട് ചേർന്നിട്ട് അവർക്ക് ഒരു ഔട്ട് ഹൗസായിട്ട് ഒന്ന് കിടന്നിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് കുറേ കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നും മാറിയിട്ട് ഈ വാടക കെട്ടിടം, ഇപ്പം ഇതിനു മുമ്പുള്ള കെട്ടിടം, അതായത് റോഡ് സൈഡിലുള്ള കെട്ടിടം, ആ കാലത്ത് അവിടെ 5ാം തരം വരെയുണ്ട്. അന്ന് അത്രയും കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഹെഡ് മാഷന്മാർ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു കൃഷ്ണൻ മാഷ്, അതുപോലെ തന്നെ ഒരു മാധവൻ മാഷ്, പിന്നെ കുറേ കാലം അറ്റക്കര കുഞ്ഞികൃഷ്ണൻ നായർ. അദ്ദേഹം ഇവിടെ കുറേ കാലം അധ്യാപകനായിരുന്നു. 21 കൊല്ലത്തെ സർവീസിന് ശേഷമാണ് പിരിഞ്ഞിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ വകയായിട്ട് ഈ വർഷം ഒരു ശിശു സൗഹൃദ ക്ലാസ് റൂം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും, ഇപ്പം മേലെന്ന് തരുന്ന പ്രവർത്തനങ്ങൾ കൂടാതെ ഞങ്ങൾ തനതായ പ്രവർത്തനങ്ങൾ പലതും ഈ സ്കൂളിൽ നടത്തുന്നുണ്ട്. ആ വർഷം മുതൽ തന്നെ പല സ്കൂളിൻ്റേതായ പത്രം ഇറക്കുന്നുണ്ട്. ദിവസവും കുട്ടികളുടെ കയ്യെഴുത്ത് പ്രതി ദിവസം ഇറക്കുന്നുണ്ട്. അതിൻ്റെ അച്ചടിച്ച ഒരു പ്രതി വർഷത്തിലൊരിക്കൽ ഇറക്കാറുണ്ട്, പത്രം ഇറക്കാറുണ്ട്. പിന്നെ ഈ സംസ്ഥാന തലത്തിൽ തന്നെ അംഗീകരിച്ച കുറേ തനത് പ്രവർത്തനങ്ങളുണ്ട്. അതിലുൾപ്പെട്ട കുട്ടികളുടെ പോസ്റ്റ് ഓഫീസ്, അത് ഞങ്ങളുടെ സ്കൂളിൽ 2-3 വർഷമായിട്ട് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൂടാതെ ഞങ്ങളെ ചോദ്യമഴ എന്നുള്ള പേരിൽ തനതായ പ്രവർത്തനങ്ങൾ പലതും ഈ സ്കൂളിൽ നടത്തുന്നുണ്ട്. 230 കുട്ടികളും 4 ക്ലാസ്സുകളിലായിട്ട് 9 പേര് സ്റ്റാഫുണ്ട്. ഈ കുട്ടികളുടെ ഒരു മന്ത്രിസഭ ഞങ്ങൾ തുടക്കം മുതൽ തന്നെ നടത്തിയിട്ടുണ്ട്. ആ മന്ത്രിസഭ സജീവമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു PTA അത് പറയാതിരിക്കാൻ കഴിയില്ല. PTAയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ സ്കൂളിൽ 2 കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് കമ്പ്യൂട്ടർ പഠനം 1ാം ക്ലാസ് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അലനല്ലൂർ പഞ്ചായത്തിലെ മൂച്ചിക്കലിൽ പ്രവർത്തിക്കുന്ന ഈ കലാലയം അക്ഷരദാനത്തിന്റെ 100 വർഷത്തോടടുക്കുന്നു. പൂർവാധികം ശക്തിയോടെ. എടത്തനാട്ടുകര ഈസ്റ്റ് എം.എൽ.പി. സ്കൂൾ എന്ന ഈ വിദ്യാലയം നിലവിലുള്ള എല്ലാ സ്ഥിതിഗതികളും കണക്കിലെടുത്ത് 1914 ആരംഭിച്ചു എന്നാണ്. ആമ്പക്കാട്ട് അയമ്മു അക്ക എന്ന ഒരാളാണ് ഇതിൻ്റെ സ്ഥാപകൻ. അത് ആദ്യം തുടങ്ങിയത് ചിരട്ടക്കുളം എന്നുള്ള സ്ഥലത്താണ്. പിന്നീട് കാലക്രമേണ അത് പാറക്കോട്ട് സൈതാലിയാക്കാട് മാനേജ്മെൻറ്റിൽ വട്ടോണപ്പുറത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ സ്ഥലത്ത് ആ മില്ല് നിൽക്കുന്ന സ്ഥലത്താണ്. ഏതാനും കൊല്ലം പാറക്കോട്ട് ഉമ്മറാജിയുടെ കയ്യിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇവരുണ്ടായി. പിന്നീട് ചെങ്ങര തറപ്പറ്റിൽപ്പെട്ട താത്തുണ്ണി നായർ എന്നൊരാളുടെ കയ്യിൽ ഇതിൻ്റെ ഉടമസ്ഥാവകാശം വന്നുപെട്ടു. 1958 CP ഉണ്ണി മാഷ് ഇതിൻ്റെ മാനേജറായി. അയാൾ ഇവിടെ മാഷുമായിരുന്നു. അതിനുശേഷം 60 നീറംകുഴിയിലെ അദ്വാജി ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു. 1998 ഇപ്പോഴത്തെ മഹഫൂസ് റഹീം ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തത്. വിവിധ ഘട്ടങ്ങളിലായിട്ട് വളരെ പഴയ ആൾക്കാർ കുറേ അധ്യാപകന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഈ മൊല്ല ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തസ്തിക ഉണ്ടായിരുന്നു. അറബി പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം എന്നുള്ള നിനക്ക് നമ്മുടെ മടത്തുണ്ണിയുമാക്ക, ഉണ്ണിക്കണ്ണത്തരകൻ, ആലുക്കൽ കൂട്ടുരാമൻ നായർ,
തുടങ്ങിയ പഴയ അധ്യാപകന്മാരായിരുന്നു അവരൊക്കെ. അതിനുശേഷമാണ് പിന്നീട് കൃഷ്ണൻ മാഷ്, ബംഗു മാഷ്, ഉണ്ണി മാഷ്, അസം മുസ്ലിയാർ തുടങ്ങിയ പുതിയൊരു ടീം ഈ സ്കൂളിൻ്റെ അധ്യാപകന്മാരതിന് കുറേ കാലം നീണ്ടു നിന്നൊരു കാലഘട്ടത്തെ അധ്യാപകന്മാർ. ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രം എന്നുള്ള എനിക്ക് എല്ലാ പൊതുപരിപാടികളും ഈ വിദ്യാലയത്തിൽ വെച്ചാണ് നടത്തിയിരുന്നത്. അത് കാരണം എടത്തനാട്ടുകരയിൽ എത്തുന്ന പ്രമുഖന്മാരെല്ലാം കേന്ദ്രീകരിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. 81 ഞാൻ വരുന്ന കാലത്ത് ഏകദേശം ഒരു 300 കുട്ടികൾ ഇവിടെ ഉണ്ട്. 10 പോസ്റ്റാണ്, 8 ഡിവിഷൻ പോസ്റ്റും 2 അറബി. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ 250 കുട്ടികളും 9 അധ്യാപകർ, 8 ഡിവിഷൻ പോസ്റ്റും 1 അറബി പോസ്റ്റുമാണ്. ഏതായാലും മറ്റുള്ള പഠന സാമഗ്രികൾ അധ്യാപകർ അവരുടെ കഴിവ് 100-ന് 101% അവർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് അവരോട് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. ഒരു കുടിപ്പള്ളിക്കൂടമായി ആരംഭിച്ച് എടത്തനാട്ടുകരയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ വിദ്യാലയം വഹിച്ച പങ്ക് ചെറുതല്ല. വിദ്യാലയം ആരംഭിച്ചിട്ടുള്ളത് ഒരു കുടിപ്പള്ളിക്കൂടമായിട്ടാണ്. ചെത്തല്ലൂർക്കാരനായ നാരായണൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരാൾ ഈ നാട്ടിൽ വരികയും ഇവിടെ ഒരു ഓലഷെഡ് കെട്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്നറിയില്ല, ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങുമ്പോൾ ഏതാനും കുട്ടികളെ വിളിച്ചു വരുത്തി, രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തിയിട്ട് ചെറിയ തോതിൽ തുടങ്ങി ഇട്ടതാണ് ഈ വിദ്യാലയം. അത് എന്നു തുടങ്ങി എന്നുള്ളതിന് ആധികാരികമായ രേഖകളൊന്നും ലഭ്യമല്ല. പിന്നെ 1916 അത് ഒരു ഈ രജിസ്റ്റർ ചെയ്തിട്ട് അംഗീകാരത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടായിട്ട് രേഖകളിൽ കാണുന്നത്. പിന്നെ 1939 വരെ ഇങ്ങനെ എഴുത്തച്ഛനാണ് ഇവിടെ ഇത് നടത്തിയിരുന്നത്. 39 അദ്ദേഹത്തിന് സാമ്പത്തികമായ പരാധീനതകൾ കാരണം നടത്താൻ പറ്റാതെ വന്നപ്പോൾ ഇതിൻ്റെ മുൻ മാനേജർ മരിച്ചുപോയ എൻ നാഴിക്കൽ ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഈ വിദ്യാലയം ഏറ്റെടുക്കുകയും പിന്നീട് സ്കൂളിൻ്റെ അതിന് ശേഷമാണ് മാനേജ്മെൻറ്റ് സ്കൂൾ എന്നുള്ള ഒരു പ്രത്യേക സംവിധാനത്തിന് കീഴിൽ ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം തന്നെയായിരുന്നു മാനേജരും ഹെഡ്മാഷും. ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം നേടിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പിന്നെ അന്നത്തെ കാലത്ത് വളരെ കുറച്ച് വിദ്യാർത്ഥികളെ ഈ വിദ്യാലയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ അതിനുള്ള സാധ്യതയും വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് പോയവരും വളരെ ചുരുക്കമാണ്. എന്നെപ്പോലെ ചുരുക്കം ചിലർ മാത്രമേ ഹയർ സ്റ്റഡീസിന് പോയിട്ടുള്ളൂ. അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ് ഉണ്ട്. 5ാം ക്ലാസ് വരെയാണ് അന്നത്തെ പ്രൈമറി LP സ്കൂള്. ഇത് മുമ്പ് ഇതിൻ്റെ പേരുണ്ടായിരുന്ന ഹിന്ദു എലിമെൻ്ററി സ്കൂൾ എന്നാണ്. ആദ്യത്തെ മാനേജർ ശങ്കുണ്ണി മാഷയുടെ മരണത്തെ തുടർന്ന് അവരുടെ ചെറിയമ്മയുടെ മകന് അവരുടെ മരണപത്രപ്രകാരം സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് എത്തി. N. പത്മനാഭൻ നായരായിരുന്നു മാനേജർ. അദ്ദേഹം 85 മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ മഠത്തിൽ ചന്ദ്രികയാണ് ഇപ്പോഴത്തെ മാനേജർ. ഇപ്പോൾ സ്കൂളിൽ 255 കുട്ടികളും 9 അധ്യാപകരുമുണ്ട്. PTA വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന PTA ആണ്. സ്കൂളിന് ഭൗതിക സാഹചര്യങ്ങൾ വളരെ പരിമിതമാണ്. ബാക്കി രക്ഷിതാക്കളെ കൊണ്ട് പറ്റുന്ന പരമാവധി സഹായങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. രക്ഷിതാക്കൾ സ്കൂളിന് സ്വന്തമായിട്ടൊരു കമ്പ്യൂട്ടർ സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിന് പുറത്ത് ഈ വർഷം നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി സ്കൂളിനൊരു കമ്പ്യൂട്ടറിന് വെച്ച് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അല്ല, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി 1 മുതൽ 4 വരെയുള്ള പഠന പ്രവർത്തനങ്ങൾ വളരെ രസകരമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കൂളിന് സ്വന്തമായൊരു പച്ചക്കറിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ആഴ്ചയിൽ 2 ദിവസം കറി വയ്ക്കാനുള്ള വെണ്ടയ്ക്ക
അതുപോലെ കുറേശ്ശെ പയർ ഒക്കെ കുട്ടികളുണ്ടാക്കിയ പച്ചക്കറി തോട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. എല്ലാ കുട്ടികൾക്കും പഠന കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സർവീസിൽ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കരുതുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിക്ക് സഹായം ചെയ്തു കൊടുക്കാൻ, നമ്മളെ ശ്രദ്ധയപ്പെട്ടത് എത്തിക്കാൻ നമ്മളെ കുട്ടികളെ കഴിവ് തന്നെയാണ്. പഠന മികവിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പുതുതലമുറയ്ക്ക് വഴികാട്ടിയായ ഈ വിദ്യാലയത്തിലെ കൂട്ടുകാരെ നമുക്കും മാതൃകയാക്കാം. കാട്ട് അയമ്മുമല്ല എന്ന് പറയുന്ന ആള് വളരെ ഉത്സാഹത്തോടു കൂടി ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം ആരംഭം കുറിച്ചതാണ്. 1918 ഈ ആലിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഈ മറ്റും ഭൗതിക വിദ്യാഭ്യാസവും അദ്ദേഹം സ്വയം പ്രയത്നത്താൽ അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. 1, 2, 3 ക്ലാസ്സുകൾ തുടങ്ങി 1923 ഇതിന് യഥാർത്ഥ അംഗീകാരം ലഭിച്ചത്. അതിനുശേഷം 4, 5 ക്ലാസ് തുടങ്ങി 1930 ഒരു പരിപൂർണ ലോവർ പ്രൈമറി സ്കൂളായി ഭവിച്ചത്. ധാരാളം കുട്ടികൾ ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല ഇതിൻ്റെ അയൽ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിന് വേണ്ടി ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരുന്നു. ഇന്ന് 5 വയസ്സിലാണ് കുട്ടികളെ ചേർക്കുന്നതെങ്കിൽ അന്ന് 8, 10 വയസ്സായ കുട്ടികൾ പോലും പഠനത്തിന് വേണ്ടി അവിടെ വന്നിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തെ ഈ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് സാമാന്യ വിദ്യാഭ്യാസം ലഭിക്കാൻ സാധിച്ചു. പിന്നീട് ഈ നല്ല ഉദ്ദേശം വെച്ച് തുടങ്ങിയ ആ അയമുമല്ലയ്ക്ക് ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ പുരോഗതിക്കും സാമ്പത്തികമായ അദ്ദേഹത്തെ കൊണ്ട് കൂടുതൽ സാധിക്കാത്തതിൻ്റെ പേരിൽ അങ്ങനെ സഹാധ്യാപകരായിരുന്ന അവരെ ഏൽപ്പിക്കുകയും ചെയ്തു. രക്ഷിതാക്കൾ ഈ സ്ഥാപനം പുനരുദ്ധരിക്കാൻ വേണ്ടി അവിടുന്ന് മാറ്റി വേറെ സൗകര്യമുള്ളൊരു സ്ഥലത്ത് നല്ല കെട്ടിടവും മറ്റും ഉണ്ടാക്കാൻ അവരൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി അന്ന് MC കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ആൾ ആണ് നേതൃത്വം നൽകിയത്. അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് P. മുഹമ്മദ് സനാജി, സെക്രട്ടറി ആയിട്ട് ഈ വിദ്യാലയത്തിൽ തന്നെ അധ്യാപകനായിട്ടുള്ള ആനമങ്ങാടൻ കുഞ്ഞലി മാസ്റ്റർ. 1946 ആ കെട്ടിടം പൊളിഞ്ഞു വീണു. അതിനുശേഷം ആ കുട്ടികളെയും കൊണ്ട് ഇതിനടുത്ത പ്രദേശമായി കുളപ്പറമ്പിലെ ഒരു പീഡികയുടെ മുകളിലാണ് ഇതൊരു ക്ലാസ് ആരംഭിച്ചത്. VK അന്നീൻ ഹാജി എന്ന് പറയുന്ന ആൾ 1 ഏക്കർ സ്ഥലം ഈ സ്ഥാപനത്തിന് വേണ്ടി സൗജന്യമായി നൽകുകയും അങ്ങനെ ഈ കമ്മിറ്റി ഈ സ്ഥലത്ത് നാട്ടിൽ നിന്ന് മരങ്ങളും ഓടും എല്ലാം ശേഖരിച്ചുകൊണ്ട് ഈ കാണുന്ന ഇതിൻ്റെ ആദ്യത്തെ ഈ കെട്ടിടം അങ്ങനെ കമ്മിറ്റി 1 കൊല്ലം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുകയും അടുത്ത അധ്യയന വർഷത്തോടു കൂടി ക്ലാസ് ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു. അങ്ങനെ 1946-47 വിദ്യാഭ്യാസ വർഷത്തിൽ ഈ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ 350 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 11 സ്റ്റാഫുകളാണുള്ളത്. അതിന് പുറമെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഒരു പാചകക്കാരി ഉണ്ട്. SSAയുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ദിനാചരണ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഈ വർഷം നടത്തിയ ദിനാചരണ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയത്തക്കത് ഞങ്ങൾ വായനാ വാരവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രവർത്തനം നടത്തി. സ്കൂൾ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. പിന്നെ സബ് ജില്ലാ തലത്തിൽ നടന്ന ബാലകലാമേളകളിലും അതേപോലെ സോണൽ സ്പോർട്സ് ഇതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിച്ച് സമ്മാനങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
41 മുതൽ 44 വരെ ചരിത്രക്കുളത്തുങ്കിൽ തന്നെ നമ്മളുടെ മാനേജറായിട്ട് അവിടെ തുടങ്ങി. അതിനുശേഷം 44-ലാണ് ഇപ്പം നിന്നിരുന്ന സ്കൂളിൽ സ്ഥലത്തേക്ക് സ്കൂൾ മാറ്റിയത്. അന്ന് വെറും ഒരു നീണ്ട കെട്ടിടം ഓലപ്പരയായിരുന്നു. ക്രമേണ അതൊരു ഓടിട്ട വരെയാക്കിയെന്ന് മാത്രം. അതിനുശേഷം അന്ന് 5 ക്ലാസ് വരെ ഉണ്ടായിരുന്നു. 5 ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ 5 മാഷന്മാർ തുടക്കത്തിൽ തന്നെ കുട്ടികൃഷ്ണൻ നായർ ആയിരുന്നു ടീച്ചറും മാനേജരും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മാഷന്മാർ ശൂലവാണി വാര്യർ, അഹമ്മദ് മൗലവി, നാരായണൻ നായരും രാഘവൻ നായരും, ഇങ്ങനെ 5 ആളായിരുന്നു അന്നത്തെ അധ്യാപകർ. അത് കഴിഞ്ഞ് 54-ലാണ് ഞാൻ സ്കൂളിൽ വന്നത്. അതുവരെ ഈ 5 വരെയുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളുടെ വിദ്യാഭ്യാസത്തിന് വ്യത്യാസം വന്നപ്പോഴേ, അതായത് LP UP എന്നൊക്കെ ആക്കിയിട്ട് അങ്ങനെ 4 വരെയുള്ള സ്കൂളാക്കി. അപ്പോഴേക്ക് നമ്മളുടെ ഈ ഓർഫണേജൊക്കെ വന്നതുകൊണ്ട് ധാരാളം കുട്ടികൾ വരാൻ തുടങ്ങി. കുട്ടികൾ വന്നപ്പോഴാണ് ഡിവിഷൻ ഉണ്ടായി. അപ്പോൾ അധ്യാപകരും വന്നു. അങ്ങനെ കുട്ടികൾ ധാരാളം വന്നു. രക്ഷിതാക്കൾ സഹകരിക്കാൻ തുടങ്ങി. അവർക്ക് വിദ്യാഭ്യാസത്തെ പറ്റി ഏതാണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി. അവർക്കതങ്ങ് ഉയർച്ചയ്ക്ക് വേണ്ടി അവർ പണിയെടുക്കാൻ തുടങ്ങി. 49 എത്തിങ്കാന വന്നിട്ടുണ്ട്. പക്ഷേ അതുവരെ അതിന് ശേഷം ഇവരൊക്കെ ടീച്ചർ മാനേജറായി തന്നെ തുടർന്നത് കൊണ്ട് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മാമൻ പെൻഷനായി പിരിയുമ്പോഴാണ് ഓർഫനേജിലേക്ക് വിട്ടത്. ഓർഫനേജിന് ആ മാനേജ്മെൻറ്റ് മാറിയത്. '84 LP സ്കൂളായിരുന്ന ഈ സ്ഥാപനത്തെ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷം ശരിക്കും അസൂയാവഹമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ സ്ഥാപനം കടന്നുപോയത്. ഇപ്പോൾ മണ്ണാർക്കാട് സബ് ജില്ലയിലെ എല്ലാ അർത്ഥത്തിലും എന്ന് തന്നെ പറയാം ഏറ്റവും വലിയ UP സ്കൂളാണിത്. അധ്യാപകരുടെ എണ്ണത്തിൽ, കുട്ടികളുടെ എണ്ണത്തിൽ, ഡിവിഷൻ്റെ എണ്ണത്തിൽ ഇവിടെ എല്ലാ തസ്തികകളും ഉണ്ട്. അറബിക് ടീച്ചേഴ്സ് 4 എണ്ണം ഉണ്ട്, സംസ്കൃതം ഉണ്ട്, ഉറുദു ഉണ്ട്, PT ഉണ്ട്. അതേപോലെ 4 മുതൽക്കുള്ള വിദ്യാർത്ഥികളെ PTA കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്. സബ് ജില്ലയിലെ ഇപ്പോൾ ഏറ്റവും വലിയ UP സ്കൂൾ 1050 കുട്ടികൾ പഠിക്കുന്നു. ഒരു പ്യൂൺ തസ്തിക അടക്കം 36 ടീച്ചേഴ്സും ഒരു പ്യൂൺ, അങ്ങനെ 37 ജീവനക്കാർ ഈ സ്ഥാപനത്തിലുണ്ട്. ഈ അടുത്ത കാലം വരെ ചെറിയൊരു പ്രയാസം ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ഒരു 8 ക്ലാസ് റൂമുകൾ പ്രീ KER കെട്ടിടങ്ങളായിരുന്നു. മാത്രവുമല്ല ഇവിടെ ഒരു മെയിൻ റോഡുണ്ട്. ആ മെയിൻ റോഡിൻ്റെ മറുപുറത്തായിരുന്നു ആ 8 ക്ലാസ് മുറികളുള്ള 2 കെട്ടിടങ്ങളുണ്ടായിരുന്നത്. മാനേജ്മെൻറ്റ് അത് മുഴുവൻ ഒരു കോമ്പൗണ്ടിലാക്കി മാറ്റി എല്ലാം RC കെട്ടിടങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏറ്റവും നല്ലൊരു PTA ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. പിന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണ്. കോകരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ നല്ലൊരു നേട്ടം ഈ കുറച്ച് കൊല്ലങ്ങൾ ആയിട്ട് ഈ സ്ഥാപനത്തിനുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു നേട്ടം, LP സോണൽ സ്പോർട്സിൽ തുടർച്ചയായിട്ട് 3 കൊല്ലം വിജയം നേടി, ഒരു ഹാട്രിക് വിജയം തന്നെ നേടിയിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ കലോത്സവം, സയൻസ് ഫെയർ വേദികളിലെല്ലാം വളരെയധികം നേട്ടങ്ങളുണ്ടാക്കാൻ ഈ സ്ഥാപനത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. കൂട്ടായ്മയുടെ വിജയം എന്നും ഈ വിദ്യാലയത്തിനുണ്ടായിട്ടുണ്ട്. നാടിന്റെ നാൾവഴികൾ തേടിയുള്ള ഈ യാത്രയിലും ഞങ്ങളെ ഈ കൂട്ടായ്മ പിന്തുടരുന്നു. മുരുകക്കണ്ണി സ്കൂളിൽ 952 മാർക്ക് മാർക്സാണ്. മറ്റേ 48 മുതൽ 55 വരെ അതൊരു മാപ്പിള സ്കൂളായിരുന്നു മാർക്സ്. അന്നേ മുരുകക്കണ്ണി പ്രദേശത്തെ കുട്ടികളെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഓരോ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 6 7 കുട്ടികളുണ്ടാവും. എന്നാൽ ഈ കുട്ടികളെ രാവിലെ പോയിട്ട് പേര് പിടിക്കുക, വീട്ടിൽ പോയിട്ട്
ഞാനും എൻ്റെ ഒപ്പം ഒരു മാഷുണ്ട്. അത് രണ്ടാളും പോയിട്ട് കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ ഈ പൂന്തലുള്ള കണ്ടുണ്ട്, അതിൻ്റെ നടുവിലേറെ പോയി. മാഷ് ഇറങ്ങൂലല്ലോ. ഞാനുടനെ മുണ്ടടിച്ചിട്ട് പാർത്തിറങ്ങി പിടിച്ചിട്ട് പോലീസും കൂടെ എന്തെങ്കിലും 2 പൂച്ച ഞാൻ വെച്ചു വിട്ടു. അങ്ങനെ കൊടുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഒരു പയ്യൻ ഈ വരുന്ന വഴിയിൽ ഒരു മാവിൻ്റെ മുകളിൽ ഒരു മടാൾ വൈറ്റ് ഇരിക്കുക. മാഷ് അവനെ പിടിച്ചാൽ വെട്ടും, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാനാണെങ്കിൽ ഏത് വഴിയിലും പോകാൻ പറ്റിയിട്ടുള്ള അധ്യാപകൻ. ഞാൻ പറഞ്ഞു, നീ മര്യാദക്ക് ഇറങ്ങണം, ഞാനെന്നെ എറിഞ്ഞ് തള്ളിയിരുന്നോന്ന് വെച്ചു. അന്ന് അതൊന്ന് കാണത്തേന്ന്. അപ്പം ഞാൻ നല്ല കല്ലെടുത്തു എറിയണമായിരിക്കണം. നോക്കിയപ്പോൾ ഉതിർന്ന് പോകണം, ഉതിർന്ന് പോകുന്നു. അന്ന് ഞാനാണ് ഒരു പേരിട്ട്, എന്താണ് മുഹമ്മദ് ഉണ്ടായിരുന്നത്, കരക്കാരൻ. അവൻ മരിക്കുന്നത് വരെ അവനുള്ള പേര് അതാണ്. അവൻ്റെ ഉമ്മ അടക്കം ബാപ്പ അടക്കം ഞാനത്ര പേരായിരുന്നു വിളിച്ചിരുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പൂമുഖത്താണ് ഈ വിദ്യാലയം ആദ്യം ആരംഭിക്കുന്നത്. അത് കാറ്റിലും മഴയിലും തകർന്നു വീണ് പിന്നെ മുറിയക്കണ്ണിയിലെ കുറേ ആളുകൾ കൂടിച്ചേർന്ന് സ്ഥലവും അധ്വാനവും എല്ലാം സംഭാവന ചെയ്തുകൊണ്ടാണ് സൗജന്യമായി ഈ വിദ്യാലയം ഉണ്ടാക്കുന്നത്. പഴയകാല വിദ്യാലയങ്ങളുടെ ചരിത്രം തന്നെ, സ്വകാര്യ സ്കൂളുകൾ ഇന്നത്തെ പോലെ അല്ല അതിൻ്റെ ആരംഭത്തിൻ്റെ ചരിത്രം. തയ്യിൽ കോഴണ്ണിയാക്ക, മുഹമ്മദ് കാക്ക തുടങ്ങിയ സ്ഥലത്തെ കുറേ ആളുകളും പിന്നെ നാട്ടിലെ എല്ലാ സാധാരണക്കാരും ചേർന്നുകൊണ്ടാണ് ഈ വിദ്യാലയം 1953 സ്ഥാപിക്കപ്പെടുന്നത്. പഴയ ശിവരാമ മാഷാണ് ഇതിൻ്റെ സ്ഥാപക HM. ഡോക്ടർ ഹംസദയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. രക്ഷിതാക്കളുടെ നല്ലൊരു പങ്കാളിത്തവും ഇപ്പോഴും ഈ വിദ്യാലയത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാലയം പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോഴും ഈ സ്വകാര്യ വിദ്യാലയത്തെ രക്ഷിതാക്കൾ കൈയഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്കൂളിന് സ്വന്തമായി മൈക്ക്, എല്ലാ ക്ലാസ് റൂമിലും ഫാന്, അതൊക്കെ രക്ഷിതാക്കളുടെ മാത്രം സംഭാവനയാണ്. ഈ അധ്യയന വർഷം 1-ാം ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു രക്ഷിതാവ് കസേര 60 കസേര സംഭാവന ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി. വളരെ സജീവമായ PTA-യും അയൽക്കൂട്ടങ്ങളും അതുപോലെ നല്ല അധ്യാപകരുടെ പ്രവർത്തനമൊക്കെ തന്നെയാണ് ഈ വിദ്യാലയത്തെ ഈ രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ചരിത്രത്തെ വർത്തമാനകാലവുമായി കൂട്ടിയിണക്കാൻ ഞങ്ങളെ സഹായിച്ച് കാലയവനികക്കുള്ളിൽ മറഞ്ഞ കൊളക്കാടൻ മുഹമ്മദ് മാസ്റ്ററുടെ പിൻതലമുറയ്ക്ക് ഇത് ഓർമ്മകളുടെ പൂക്കാലമാവട്ടെ. ഞാനൊക്കെ പഠിച്ചിരുന്നത് വെട്ടത്തൂർ സ്കൂളിലായിരുന്നു. വെട്ടത്തൂർ സ്കൂളിലേക്ക് ഇവിടുന്ന് അന്ന് 4 കിലോമീറ്റർ നടക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അന്ന് ഇവിടെ ഈ ഭാഗത്തൊന്നും സ്കൂളില്ല. കുളപ്പറമ്പിലൊരു LP സ്കൂളുണ്ട്. UP സ്കൂളിലേക്ക് പോകണമെങ്കിൽ വെട്ടത്തൂർ പോകണം. വെട്ടത്തൂരിലേക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ പിന്നെ ഉണ്ണിയാലിൽ ഇറങ്ങിയിട്ട് ആ പാടൊക്കെ മഴക്കാലത്താണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് വെള്ളം നിറഞ്ഞാൽ പിന്നെ പോകാൻ പിന്നെ പോക്കിൻ്റെ ഇതിന് വളരെ കടപ്പാടായിരുന്നു. ഈ ഭാഗത്തു നിന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ അന്ന് ഉള്ളൂ. ഒരു വെട്ടത്തൂർ അന്ന് പിന്നെ ഹൈസ്കൂളാണെങ്കിൽ അലനൂർക്ക് പോകണം, ബസ് സൗകര്യങ്ങളൊന്നുമില്ല, നടക്കണം. ഈ ജാതി കാര്യങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത്. ഞാനൊക്കെ ഒന്ന് പഠിക്കാൻ സൗകര്യമില്ലായിട്ടല്ലേ പിന്നെ 7-ാം ക്ലാസ് വരെ പഠിച്ചോളൂ. ഈ സ്ഥാപനം എൻ്റെ ബാപ്പ
പാറക്കോട്ട് കുഞ്ഞിയമ്മ തുടങ്ങിയതാണ്. തുടങ്ങിയ കാലത്ത് ഇത് വട്ടാണപ്പുറത്തായിരുന്നു. പള്ളി കമ്മിറ്റിൻ്റെ ഒരു മദ്രസ ഉണ്ടായിരുന്നു. ആ മദ്രസയിലാണ് തുടങ്ങിയത്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം വാങ്ങി. ഇത് സുമാർ 5 ഏക്കർ വരും. ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ തുടങ്ങി. അദ്ദേഹം ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്നു. പ്രഥമ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അത് തുടങ്ങി സ്കൂളൊക്കെ ഇതാക്കി കുറേ കഴിഞ്ഞ് അപ്പോൾ മൂപ്പര് കഴിയുന്നതിന് മുമ്പ് തന്നെ മൂപ്പരത് ഈ ഇവിടുത്തെ ഒരു തീങ്കാമനുണ്ട്, എടത്തനാട്ടെ ഓർഫനേജ്. ആ ഓർഫനേജിന് സംഭാവനയായിട്ട് കൊടുത്തു. ഇപ്പോൾ ഓർഫനേജ് എൻ്റെ കേരളമാണ് നടത്തുന്നത്. ആ ഓർഫനേജിൻ്റെ പ്രസിഡൻറ്റ് മൂപ്പരായിരുന്നു. മൂപ്പർക്ക് ശേഷം മൂപ്പരെ മൂത്തൻ്റെ ജ്യേഷ്ഠൻ ഹംസക്കുട്ടി ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്. ജൂലൈ 21 യഥാർത്ഥ ഡേറ്റ്. 5ാം ക്ലാസ് മുതൽക്ക് പഠനം തുടരണം എന്നുണ്ടെങ്കിൽ മറ്റ് അലനല്ലൂരോ അതല്ലെങ്കിൽ മേലാറ്റൂരോ എന്നുള്ള വെള്ളിയഞ്ചേരി അടക്കം ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മണ്ണാർക്കാട് ഇത്തരം സ്ഥലങ്ങളിൽ പോകേണ്ട സ്ഥിതിവിശേഷം ഉള്ളപ്പോഴാണ് ഇതിൻ്റെ തുടക്കം. അന്ന് AUPS എടത്തനാട്ടുകര എന്ന പേരിലാണ് അറിയുന്നത്. ആ AUPS എടത്തനാട്ടുകര എന്നതിന് ശേഷവും പിന്നെ ഓർഫനേജിന് ഡൊണേറ്റ് ചെയ്യുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുഞ്ഞുമാജി അന്ന് ഓർഫനേജിൻ്റെ പ്രസിഡൻ്റാണ്, കമ്മിറ്റി പ്രസിഡൻ്റാണ്. അങ്ങനെയൊക്കെയാണ്. അതിനുശേഷം പിന്നെ ഈ വിദ്യാലയത്തിൽ അന്ന് തുടക്കത്തിലുള്ള പിന്നെ ഹെഡ് മാസ്റ്റർ അരിമ്പ്രത്തോടി നാരായണൻ എന്നു പേര് ആയിട്ടുള്ള ആളായിരുന്നു, നാരായണൻ മാഷ്. അദ്ദേഹത്തോടൊപ്പം തന്നെ അസിസ്റ്റൻറ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന വളവത്ത് അച്യുതൻ നായർ മാഷ് ആണ് പിന്നെ HM ആയി. നാരായണൻ മാഷ് വളരെ കുറച്ച് കാലം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അച്യുതൻ മാഷ് പിന്നെ ഹെഡ് മാഷായിട്ട് എന്നെ തുടർന്ന് ഇവിടുന്ന് തന്നെ റിട്ടയർ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അച്യുതൻ മാഷിക്ക് ശേഷം പത്മിനി ടീച്ചർ, പിന്നെ മുഹമ്മദ് മാഷ്, ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ടുള്ള മുഹമ്മദ് മാഷ്, പത്മിനി ടീച്ചർ റിട്ടയർ ചെയ്തു. അതിനിടയ്ക്ക് CN കൃഷ്ണൻ നായർ കുറച്ചു കാലം ഇവിടുന്ന് എത്തിങ്കാന സ്കൂളിൽ നിന്ന് ഇവിടെ വന്ന് HM ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ നിലവിലുള്ള ടീച്ചർ HM ആയിട്ടുള്ളത്. പിന്നെ അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സായിട്ടും പിന്നെ ഉള്ള കുറേ ആൾക്കാർ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ അച്ഛൻ മാഷൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ്. ഒരു MP മേരി, അതുപോലെ തന്നെ ഹിന്ദി ടീച്ചറായിരുന്നു കുഞ്ഞമ്മ, അതുപോലെ പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ സ്കൂളിൻ്റെ ജീവനാഡിയായിട്ട് തന്നെ ഈ മാനേജ്മെൻറ്റിനെയും എല്ലാം സഹായിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ ദിവംഗതനായിട്ടുള്ള T ഉമ്മർ മാഷ്, മൂസ മാഷ്, പിന്നെ അതുപോലെ തന്നെ അബ്ദുറഹിമാൻ, അതുപോലെ തന്നെ ഇപ്പോൾ മരിച്ചു പോയിട്ടുള്ള മറ്റേ സുകുമാരൻ നായർ മണ്ണാർക്കാട്, അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ സന്നിഹിതനായിട്ടുണ്ട് ദാമോദരൻ മാഷുണ്ട്. അവരൊക്കെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ ഹയർ എലിമെൻ്ററി സ്കൂളുകൾ ഈ ഗ്രാമപ്രദേശത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ നാട്ടിലുള്ള കുട്ടികളെല്ലാം ഒരു 90% പേരും ഈ 5ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തുകയാണ്. ഇവിടെ ഈ 4 കണ്ടത്ത് തന്നെ പടുവമ്പാടൻ അയമ്മു ഹാജി എന്ന് പറഞ്ഞ ഒരാളുടെ വീടിൻ്റെ പൂമുഖത്ത് കുറേ കാലം ഇത് നടത്തുണ്ടായി. അതിനുശേഷമാണ് ഇവിടെ ബിൽഡിംഗ് കെട്ടിയിട്ട് ഇവിടെ വന്നത്. അന്ന് ആദ്യമായിട്ട് ഇത് ഹെഡ് മാസ്റ്റർ ആയിരുന്നത് അരിമ്പ്രത്തൊടി നാരായണൻ എന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അൺട്രെയിൻഡ് ആയിട്ട് ഉമ്മർ മാഷ്, തിരുവാലപ്പറ്റ ഉമ്മർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനും കൂടെ ഉണ്ടായിരുന്നു. അച്യുതൻ മാഷുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഈ സ്ഥാപനം വളരെ നല്ല നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അച്യുതൻ മാഷ് പിരിഞ്ഞതിന് ശേഷം കുറേ അധ്യാപകർ ഇവിടെ ഹെഡ് മാസ്റ്റർമാരായി തീർന്നിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ തമാശയായിട്ട് പറയും നല്ലൊരു ടീമായിരുന്നു അന്നുണ്ടായിരുന്നത്. പണ്ടുകാലം മുതൽക്കേ ഈ സ്കൂളിനൊരു പേരുണ്ടായിരുന്നു. ആ പേര് നിലനിർത്താൻ എല്ലാ അധ്യാപകരും ഇന്നും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടെ 242 ആൺകുട്ടികളും 211 പെൺകുട്ടികളും. ആ ഓരോ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ ക്ലാസ്സിലുള്ള കുട്ടികളെ ഓരോ ക്ലബിലേക്കായിട്ട് വിഭജിച്ചെടുക്കും. അത് കുട്ടികൾക്ക് താല്പര്യമുള്ള ക്ലബ്ബുകളിൽ കുട്ടികൾക്ക് ചേരാം. പക്ഷേ എല്ലാ കുട്ടികളും ഏതെങ്കിലും ഒരു ക്ലബ്ബിലെങ്കിലും മെമ്പറായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്.
പിന്നെ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലാണെങ്കിൽ ഒരു 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് 1ാം സ്ഥാനം ഞങ്ങൾക്ക് മാസികയ്ക്ക് കിട്ടാറുണ്ട്. പിന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 16 അധ്യാപകരും ഒരു പ്യൂണും, അങ്ങനെ 17 മെമ്പേഴ്സാണ് ഞങ്ങളുള്ളത്. മുണ്ടക്കുന്ന് കാപ്പൂർ പ്രദേശത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി ലക്ഷ്യമാക്കിയിട്ട് 1954 പടിഞ്ഞാറുവീട്ട് ശങ്കരത്തരകൻ ആരംഭിച്ച സ്കൂളാണ് മുണ്ടക്കുന്ന് സ്കൂൾ. അദ്ദേഹത്തിൻ്റെ മകൻ ബാലകൃഷ്ണനാണ് മാനേജറായിരുന്നത്. തുടക്കത്തിൽ 1-2 ക്ലാസ്സുകളിൽ 90ഓളം കുട്ടികളായിട്ട് ആരംഭിച്ച സ്കൂള് ഇപ്പോൾ 10 അധ്യാപകരും 264ഓളം കുട്ടികളുമുണ്ട്. അന്ന് ഓലപ്പുരയിൽ ആരംഭിച്ച സ്കൂള് ഇന്ന് നല്ല മെച്ചപ്പെട്ട ഓടിട്ട കെട്ടിടങ്ങളോടുകൂടി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് 10 അധ്യാപകരോട് കൂടിയിട്ട് 2 അറബിക് അധ്യാപകരും 8 ക്ലാസ് ഡിവിഷനോടുകൂടി 10 അധ്യാപകരോട് കൂടിയിട്ട് ഇന്ന് നല്ല നിലയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പഠന പുരോഗതിയും വളരെ മെച്ചപ്പെട്ടിട്ടുണ്ടാകും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 5-6 വർഷങ്ങളിലായിട്ട് ചെറിയ തോതിലെല്ലാം അവിടെ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും, സാധാരണ ഇതിൽ എല്ലാ സ്കൂളുകളിലും സംഭവിക്കുന്ന പോലെ ചെറിയ തോതിലെല്ലാം കുട്ടികൾ കുറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഡിവിഷനുകളെ ബാധിക്കുന്ന തരത്തിലൊന്നും കുട്ടികളുടെ കുറവ് അവിടെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിലും, അത് ശാസ്ത്രമേള ആയാലും കലാമേള ആയാലും കായികമേള ആയാലും എല്ലാ മേളകളിലും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. കലാമേളകളിലും മറ്റും നല്ല മെച്ചപ്പെട്ട സ്ഥാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. താഴെ ഒരു പുഴയും അതിനപ്പുറത്ത് കാർഷിക സർവകലാശാലയുടെ ഫാമുകളെല്ലാം ഉള്ളതുകൊണ്ട് പഠന പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നേരിട്ട് കാണിച്ചുകൊണ്ടുള്ള പല പഠന പ്രവർത്തനങ്ങൾ നടത്താനും ഞങ്ങൾക്ക് കഴിയുന്ന അത്തരം സാഹചര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളിലുണ്ട്.